അമ്മസ്സലാത്തു ഫിൽ അബ്കിനത്തിൽ മക്രൂഹത്തി. അപ്പോൾ കറാഹത്താക്കപ്പെട്ട വക്കത്തുകൾ നിസ്കാരത്തെ പറ്റിയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് കറാഹത്താക്കപ്പെട്ട സ്ഥലങ്ങളിലുള്ള നിസ്കാരം. ഒട്ടകത്തെ കെട്ടുന്ന സ്ഥലം, അന്യായമായി ടോൾ പിരിക്കുന്ന, ഇപ്പോഴത്തെ ടോളാണ്, ടോൾ പിരിക്കുന്ന സ്ഥലം, പണ്ട് ചുങ്കെന്ന് പറയും. പിന്നെ ദാദാപിരിവൊക്കെ ഉണ്ടല്ലോ ചില മാർക്കറ്റുകളിലൊക്കെ, അതൊക്കെ മോശപ്പെട്ടതാണ്. അതൊക്കെ നടക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള ചില ഇടങ്ങളിൽ. പിന്നെ അതുപോലെ ടോയ്ലറ്റിൽ വൃത്തിയാണെങ്കിൽ പോലും നിസ്കരിക്കൽ കറാഹത്താണ്. മനസ്സിലായില്ല. അമ്മസ്സലാത്തൂഫിൽ അംകിനത്തിൽ മക്രൂഹത്തി, കറാഹത്താക്കപ്പെട്ട ഇടങ്ങളിൽ നിസ്കാരം, അതിനെപ്പറ്റി പറയാണ്. ഇപ്പോൾ സഹീഹത്ത് നിസ്കാരം എന്താണ്? ശരിയാണ് കേട്ടോ, സഹിയാണ്. അപ്പോൾ നഹിയുൻഹ, അവിടെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിരോധനം ഹദീസിൽ വന്നത് ലിഹാരിജിൻ, എന്ത് കാരണമായിട്ടാണ്? ഒരു പുറത്തുള്ള, അത് നിസ്കാര ധാത്തുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ കാരണമായിട്ടുള്ള, പുറത്തുള്ളൊരു വിഷയം കാരണമായിട്ടാണ്. ജസ്മൻ, തർക്കരഹിതമായി. അത് ഷാഫി മദ്ഹബിലോ ഹനഫി മദ്ഹബിലോ എന്തില്ല? തർക്കം ഇല്ല. ഒരു സഹീൻ്റെ മുഖാബലം തർക്കമുള്ള ഇല്ല. എല്ലായിടത്തും തന്നെ സഹിയാണ് ജസ്മൻ പറയും കേട്ടോ. കത്താറുലിബിയ ഫിൽ ഹമ്മാമി, ഉണ്ടോ? നിസ്കരിക്കുന്നത് പോലെ, നിസ്കാരിക്കാനുള്ള വന്തിന്ന് ഒരുങ്ങുന്നത് പോലെ, ഫിൽ ഹമ്മാമി, എവിടെയാ? കുളിപ്പുരൽ, ടോയ്ലറ്റ്, മനസ്സിലായില്ലേ? ബാത്റൂം. ലി വസ്വസത്തെ ഷയാത്തീൻ, അവിടെ നിസ്കരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? ഹാരിജായ ഒരു ഇഷ്യൂ പറഞ്ഞില്ല. ആ ഇഷ്യൂടെ എന്താ? ഷെയ്ത്താന്മാർ എന്ത് ചെയ്യും? വിശ്വാസമാക്കും. ഷെയ്ത്താന്മാർ ദുർബോധനങ്ങൾ എന്ത് ചെയ്യും? ഇത് നിസ്കരിക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത് ഷെയ്ത്താന്മാരുടെ ഇടങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ ഹദീസുകളുടെ ടോയ്ലറ്റുകളെ സംബന്ധിച്ചുണ്ട്. ഈ വസ്വസത്തി ഷയാത്തീൻ, ഷെയ്ത്താന്മാർ വസ്വാസാക്കുന്ന കാരണമായിട്ട്. ഈ അഴ്ത്താനിൽ ഇബിലി, ഒട്ടകത്തെ കെട്ടുന്ന ഇടങ്ങൾ, ഒട്ടകത്തിൻ്റെ ആലയങ്ങൾ എന്ന് പറയാം. പശുവിന് തൊഴുത്തെന്ന് പറഞ്ഞ പോലെ, മനസ്സിലായില്ല? കുതിരയ്ക്കും ആലയം എന്ന് പറയാം. അഴ്ത്താനിൽ ഇബിലി, ഒട്ടകത്തെ കെട്ടുന്ന ആലയങ്ങൾ കേട്ടോ. അവിടെ നിസ്കരിക്കൽ എന്താണ്? പറ്റില്ല, നിരോധനമുണ്ട്. നിരോധനം കാരണം എന്താ? ലി നിഫാരിഹ, ഈ ഒട്ടകത്തിൻ്റെ ഗോഷ്ടി കാണിക്കൽ, തലക്കെട്ടടിക്കുക, കണ്ടിട്ടില്ലേ? കഴുത്ത് നീട്ടി, അതിന് കോലം തന്നെ പ്രത്യേക ഒരു കോലമായി, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പല്ലിടിച്ച് കാണിക്കുക, വാ വിളിക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, ഈ ഗോഷ്ടികൾ എന്താണ്? കൂടുതലാണ് ഒട്ടകത്തിന്. അതെല്ലാം ഷെയ്ത്താനിയായ സ്വഭാവമാണ്, മനസ്സിലായില്ലേ? ഷെയ്ത്താനിയായ സ്വഭാവവും അതുപോലെ തന്നെ മലക്കിയായ സ്വഭാവവും ജീവജാലങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ജീവി ഷെയ്ത്താനെന്നല്ല അർത്ഥം, മനസ്സിലായില്ലേ പറഞ്ഞത്? അത്തരം സ്വഭാവങ്ങൾ എന്താണ്? ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താണ്? നിസ്കരിക്കൽ എന്താക്കി? ഇസ്ലാം എന്ത് ചെയ്തു? അത് കറാഹത്താക്കി വച്ചു. മനസ്സിലായില്ലേ? കറാഹത്താക്കി വെച്ചു. അപ്പോൾ ആ ഗോഷ്ടി കാണുന്നത് മൂലം നിസ്കരിക്കുന്ന ആൾക്കൊന്നും സംഭവിക്കും? നിസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറാഹത്താക്കി വെച്ചു. അപ്പോൾ ആഴ്ത്താനിലെ ബലി, ഒട്ടകത്തെ കെട്ടുന്ന ഇടങ്ങൾ കേട്ടോ. ഫാരിയ, ഈ ഒട്ടകത്തിൻ്റെ ഗോഷ്ടി കാണിക്കൽ കാരണമായിട്ട്. അപ്പോൾ ഈ കാര്യത്തിൽ തൊരീക്ക് ജംഗ്ഷൻ, ഇപ്പോൾ ജംഗ്ഷനാണ് കായപ്പുറക്കവല, അവർ ജംഗ്ഷനിൽ പോലെ പെരുമ്പാവൂർ ജംഗ്ഷൻ, അവിടെ നമസ്കരിക്കുക. അപ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് സാൻഡ്രോ അങ്ങോട്ട് പോകണം, അങ്ങോട്ടൊരു മാരുതി പോകണം, ഒരു വായ പിടിച്ച് അത് നോക്കിക്കൊണ്ടിരിക്കുക, റുക്കോയിൽ ചെയ്തോ ഇല്ലയോ, അങ്ങനെ ആ സ്ഥലത്ത് നിൽക്കരുത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യരുത്? ഈ പണിക്ക് നിൽക്കരുത്, അതിന് പറ്റിയിടാനില്ല അത് കേട്ടോ. അപ്പോൾ ഈ കാര്യത്തിൽ തൊരീക്ക് എന്താണ്? വഴി മുറിച്ച് കിടക്കുന്ന, ഇടുന്നതിന് പച്ച മലയാളം കേട്ടോ. ഇല്ല മുറൂരിനാസി, ജനങ്ങൾ എന്താണ്? നടന്നു പോകുന്നതാണ്. ഇതിന് ഒരു ഒറ്റയടിപ്പാത അങ്ങനെ ക്രോസ് ചെയ്യുന്ന ഇടമാണെങ്കിൽ ഇപ്പോൾ അവിടെ എന്താണ്? നിസ്കരിക്കലെന്നാണ് കേട്ടോ. ഇല്ല മുറൂരിനാസി, ജനങ്ങൾ നടന്നു പോകുന്ന സ്ഥലകാരനാണ്. അപ്പോൾ കൊല്ലും പിന്നെ ആദ്യ ഉമൂർ. അപ്പോൾ ഈ കാര്യങ്ങളെ കൊണ്ടാണ് എന്താ? ഈ ഹാരിജ ഇത്തരം കാര്യം കൊണ്ടാണ് നിരോധനം വന്നത്. അതുകൊണ്ട് എന്താണ്? നിസ്കാരം സഹിയാണ്, പക്ഷെ എന്താണ്? അത് പ്രവർത്തിക്കുന്നുണ്ട്, കറാഹത്തുണ്ട് എന്നാണ് അതിനഹീനെ പറ്റിയുള്ള വിലയിരുത്തൽ. അത് അവിതർക്കിതമായൊരു തീരുമാനവുമാണ്. ആറ് ഇമാമിയും പല അഭിപ്രായ വ്യത്യാസമില്ല. ഈ പറയപ്പെട്ട ഈ കാര്യങ്ങൾ ഏതാ? ഈ അമ്മാവിലെ ശൈത്താൻ വസ്വാസാക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ എന്താണ് അയത്താൻ ലബിലെ ഈ ഒട്ടകത്തിൻ്റെ മോട്ടി കാണിക്കാമെന്ന് പറയും, പഴയ ഭാഷ, മോട്ടി കാണിക്കലും പിന്നെ വഴി മുറിച്ച് കിടക്കുന്ന സ്ഥലത്ത് ജനങ്ങൾ നടന്നു പോകുന്ന ഘട്ടവും, ഈ കാര്യങ്ങളെല്ലാം കൊല്ലും മിൻ ഹാദിയിലുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ യുഷ്ഗിലുൽ കൽബ, ഹൃദയത്തെ എന്ത് ചെയ്യും? ജോലിയാക്കി തീർക്കും. ഹൃദയത്തിൽ അതെന്ത് ചെയ്യും? ചിന്തകൾ ഉണ്ടാക്കി തീർക്കും.
അനിസ്വലാത്തി എന്തിനെ വിട്ട്? നിസ്കാരത്തെ വിട്ട്. നിസ്കാരത്തിൽ തൊട്ടെന്ന് കാരണം പറയാം. അപ്പോൾ ദിവസം നിസ്കാരത്തെ വിട്ട് ആ ചിന്തയിലേക്ക് പോകുന്നത്. വിഷുൽ ഖുശൂഅ, നിസ്കാരത്തിൽ വേണ്ട ഒരു കാര്യം എന്താ? ഖുശൂ, ഭയഭക്തി. അതിനെന്ത് ചെയ്യും? ഇടർച്ച വരുത്തുകയും ചെയ്യുന്നതാണ്. പന്നഹിയോ, അപ്പോൾ നിരോധനമാവുന്ന ബിൽ അംകിനത്തി, ഈ ഇടങ്ങളിൽ എന്താണ് നിസ്കരിക്കൽ പാടില്ല എന്നുള്ള നിരോധനമാവുന്ന ലൈസ ലി നഫ്സിഹ, ആ നിസ്കാരത്തിൻ്റെ ധാത്തുകൊള്ളയുള്ള നിരോധനം അല്ല. മനസ്സിലായില്ലേ? ബി ഖിലാഫിൽ അസ്മിനത്തി, ഇതിന് മാറ്റമായിട്ട് സമയങ്ങളിൽ വന്നിരിക്കുന്ന നിരോധനത്തിന് മാറ്റമായിട്ട്. സമയങ്ങൾ നിരോധനം എന്ന് പറയാനുള്ള കാരണം എന്താ? ആ സമയങ്ങളിലെ നിസ്കാരത്തിന് ദാത്തിനെ കൊള്ളുള്ള നിരോധനം ആണ്. അതുകൊണ്ട് ആ നിസ്കാരം സഹിയായ അഭിപ്രായം അനുസരിച്ച് ഷാഫി വെച്ച് എന്താവില്ല, അത് മൊത്തത്തല്ല, കണക്കാക്കപ്പെടുന്നതല്ല, സഹിയാവുന്നതല്ല. മനസ്സിലായില്ലേ? ആണ് ബിഖിലാഫിൽ അസ്മിനത്തി, സമയങ്ങളിലുള്ള നിസ്കാരത്തിന് മാറ്റമായിട്ട്. അതല്ല അസഹി, അസഹായ അഭിപ്രായം അനുസരിച്ച്. അപ്പോൾ ഈ അംകാൻ, ഈ അംകിനത്തിലുള്ള ഈ പറയപ്പെട്ട പ്രത്യേകമായ സ്ഥലങ്ങളിലുള്ള ഈ നിസ്കാരവും മുമ്പ് പറഞ്ഞതായ പ്രത്യേകമാക്കപ്പെട്ട ആ നിരോധനമുള്ള സമയങ്ങളിലുള്ള നിസ്കാരവും തമ്മിൽ എന്ത് ചെയ്തു? അതിൻ്റെ ഹുക്കുമിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തു? വ്യത്യസ്തമായി. പറഞ്ഞാൽ അത് സഹിയാവും, ഇവിടെ എന്താവില്ല, സഹിയാവും. കൈത്തറസ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി സൂക്ഷിച്ചു ഈ മുത്തലക്കിൽ അംർ, ഒരു തനിച്ച കൽപ്പന എന്ന് ആദ്യം പറഞ്ഞു. ഒരു തനിച്ച കൽപ്പന ഈ പറയപ്പെട്ട മക്രൂഹാത്തിനെ ഇൻക്ലൂഡ് ചെയ്യുകയില്ല ചർച്ച ചെയ്തു. ആ തനിച്ച കൽപ്പന എന്ന് പറഞ്ഞ ആ പ്രയോഗം കൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു അതിൽ മുക്കയ്യതി എന്നെ തൊട്ട് മുക്കയ്യതി കൈത് പറയപ്പെട്ട കൽപ്പന അതിനെ തൊട്ട് ചെയ്തു മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി സൂക്ഷിച്ചു. ഇത് ഗൈറിൽ മക്രൂഹി എന്താണ്? കറാഹത്ത് അല്ലാത്തത് കൊണ്ട് കൈതു പറയപ്പെട്ട കൽപ്പന കേട്ടോ. ഫലായത്തനാവലോ, അപ്പം കറാഹത്ത് അല്ലാത്തത് കൊണ്ട് കൈതു പറയപ്പെട്ട കൽപ്പന കറാഹത്തിന് എന്ത് ചെയ്യില്ല, ഉൾപ്പെടുത്തൂല. കറാഹത്തല്ലാത്തതുകൊണ്ട് കൈത് വച്ച് തന്നെ അമ്രു കൽപ്പന വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടത്തിന് ഉൾപ്പെടുത്തൂല, മക്രൂഹിനെ ഉൾപ്പെടുത്തൂല. മറ്റത് കൈത് പറയാത്തത് മക്രൂഹിനെ ഉൾപ്പെടുത്തുവോ ഇല്ലയോ അതാണ്. അപ്പോൾ അസഹായ അഭിപ്രായം അനുസരിച്ച് പെടുത്തൂല, അസൈൻ്റെ ഓപ്പോസിറ്റ് പെടുത്തും, അൻഫി മധുവ് പെടുത്തും എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഇവിടെ കൈത് പറയപ്പെട്ട നിലയിൽ എന്ത് ചെയ്തു? ഒരു ഓർഡർ വന്നു. മക്രൂഹിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? ഒരു ഓർഡർ വന്നു. ആ ഓർഡറിൽ ഒരു കാരണവശാലും എന്തില്ല, മക്രൂഹിന് ഉണ്ടാവില്ല. ശരി, ഫലായത്തനാവലവും ആ മക്രൂഹിന് എന്താണ്? ആ ഓർഡർ, ആ കൽപ്പന ഉൾപ്പെടുത്തില്ല. ആ അർത്ഥം എവിടെ നിന്ന് കിട്ടി? ഈ മുത്തലക്കുൽ അംർ എന്ന പ്രയോഗത്തിൽ നിന്ന് കിട്ടി എന്നാ പറഞ്ഞു. മനസ്സിലായില്ലേ? ഫലായത്തനാവലവും അപ്പം അങ്ങനെയുള്ള മുഖയ്യതായ അംർ എന്താണ്? ഈ മക്രൂഹിനെ ഉൾപ്പെടുത്തുന്നതല്ല. കത്താൻ നിസ്സംശയം, എന്നാൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ എന്നർത്ഥം കേട്ടോ.